കുട്ടികളെ അടിമകളാക്കാതെ എങ്ങനെ നമുക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു, കുട്ടികളെ ഓരോ പേരിട്ട് വിളിക്കുകയാണ്, ലൈക്ക് സ്മാർട്ട്, കേപ്പബിൾ, ഇൻ്റലിജൻറ്റ് എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ പേരുകൾക്ക് അടിമകളായി പോകുമെന്നും പിന്നെ ആ പേര് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ കൂടുതൽ ചാലഞ്ചസ് ഏറ്റെടുക്കില്ല എന്നും നമ്മൾ കണ്ടു. സോ ഇതെങ്ങനെ ഒരു ബെറ്റർ വേയിൽ നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എക്സാമിന് നല്ല മാർക്ക് മേടിച്ചു വരുന്ന ഒരു കുട്ടിയെടുത്ത് നമ്മൾ ഓക്കെ നീ സ്കോർ എടുക്കുമെന്ന് എനിക്കറിയായിരുന്നു, ബിക്കോസ് യു ആർ സോ ഗുഡ് വിത്ത് മാത്ത്, ഐ നോ യു ആർ സ്മാർട്ട് എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാം, നീ എടുത്ത എഫേർട്ട് ഞാൻ കണ്ടിരുന്നു, that effort has finally paid off and I'm so happy that you took such an effort. അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു ചിത്രം വരച്ച് കഴിയുമ്പോൾ നമുക്ക് പറയാം, that picture looks so interesting, you've used a lot of wonderful colors, tell me more about that picture, what is your inspiration? Be genuinely interested in what that child has actually done. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമിന് അത്ര നല്ല പെർഫോമൻസ് അല്ല വന്നത്, മാർക്ക് ലേശം കുറവാണെങ്കിൽ നമുക്ക് പറയാം, നോ, ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ദാറ്റ് ഐ നോ യു ആർ കേപ്പബിൾ, സ്മാർട്ട്, ഐ നോ യു ക്യാൻ ഡൂ മോർ, അതുകൊണ്ട് നെക്സ്റ്റ് ടൈം കൂടുതൽ ശ്രമിക്കുക എന്ന് പറയുന്നതിന് പകരം നമുക്ക് കുട്ടികളുടെ അടുത്ത് പറയാം, ഓരോരുത്തരും പല രീതിയിലാണ് പഠിക്കുക, മോനൊരു പ്രത്യേക രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചു, ആ മെത്തേഡ് നമുക്ക് ഫെയിലായി, ലെറ്റ്സ് ഡു വൺ തിങ്, നെക്സ്റ്റ് എക്സാമിന് നമുക്ക് വേറെ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ആ മെത്തേഡ് നമുക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് സ്റ്റഡി ചെയ്യാം. ടെൽ മീ ഇഫ് ദർ ഇസ് എനിത്തിങ് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ് യു ഡെവലപ്പ് എ ന്യൂ മെത്തേഡ് ടു സ്റ്റഡി. സോ ഇതെല്ലാം കുട്ടികൾക്ക് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എൻകറേജ്മെൻ്റ് ആണ് കൊടുക്കുക. ആൻഡ് യു ഓൾസോ ലെറ്റ് ദം നോ ദാറ്റ് ഇറ്റ് ഇസ് ഓക്കെ ടു ഫെയിൽ. ഓരോ കാര്യങ്ങളും ട്രൈ ചെയ്ത് ഫെയിൽ ചെയ്ത് തന്നെയാണ് ആൾക്കാർ ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദി ഓൺലി വേ ടു ഗ്രോ.